ഹരി ഓം. നാരായണീയം ദശകം 41. പൂതനാദേഹ ദഹനവും ശ്രീകൃഷ്ണ ലീലാഹ്ലാദവും. വ്രജേശ്വര ശൗരിവചോ നിശമ്യ സമാവ്രജന്നധ്വനിഭീതചേതാഃ നിഷ്പിഷ്ട നിശേഷതരും നിരീക്ഷ്യ കഞ്ചിത് പദാർത്ഥം ശരണം ഗതസ്ത്വാം. നിഷ്പിഷ്ട കഴിഞ്ഞൊരു കോമായിട്ടോ. നിശേഷതരും നിരീക്ഷ്യ. വ്രജേശ്വര ശൗരിവചോ നിശമ്യ സമാവ്രജന്നധ്വനി ഭീതചേതാഃ സമാവ്രജന്നധ്വനി ഭീതചേതാഃ നിഷ്പിഷ്ട നിശേഷതരും നിരീക്ഷ്യ കഞ്ചിത് പദാർത്ഥം ശരണം ഗതസ്ത്വാം. നിശമ്യ ഗോപീ ഭജനാദുദന്തം സർവേപി ഗോപാ ഭയവിസ്മയാന്ധാഃ ത്വത്പാദിതം ഘോരപിശാചദേഹം ദേഹുർവിദൂരേധ കുഠാരകൃത്തം. നിശമ്യ ഗോപീ ഭജനാദുദന്തം സർവേപി ഗോപാ ഭയവിസ്മയാന്ധാഃ ത്വത്പാദിതം ഘോരപിശാചദേഹം ദേഹുർവിദൂരേധ കുഠാരകൃത്തം. ത്വത്പീതപൂത സ്തനതത് ശരീരാത് ത്വത്പീതപൂതഃ സ്തനഃ പൂത സ്തനതത് ശരീരാത്. അങ്ങനെയാ വാക്കുകളെ. അത് പുസ്തകത്തിൽ നോക്കിയാൽ മതി. ത്വത്പീതഭൂതസ്തനതശരീരാത് സമുച്ചലൻ ഉച്ചതരോ ഹി ധൂമഃ ശങ്കാമദാദാഗരവ കിമേഷ ശങ്കാമദാദ ആഗരവ ശങ്കാമദാദാഗരവ കിമേഷ കിം ചാന്തനോ ഗൗൽ ഗുലവോധ വേതി. ഗൗൽ ഗുലവോധ. മദംഗസംഗസ്യ ഫലം ന ദൂരേ ക്ഷണേന താവത് ഭവതാമപി സ്യാത് ഇത്യുല്ലപൻ വല്ലവ തല്ലജേഭ്യഃ. ഇത്യുല്ലപൻ വല്ലവ തല്ലജേഭ്യഃ. പിന്നെ സ വെട്ടിട്ട് ത്വം പൂതനാമാ തനുധ സുഗന്ധിം. സുഗന്ധിം എന്നില്ല, സുഗന്ധിം. സുഗന്ധിം എന്ന് നീട്ടണം. നമുക്ക് ആ ഈണത്തിന് വേണമെങ്കിൽ ഒന്ന് നീട്ടിക്കോണം, അല്ലാതെ ഈന്ന് നീട്ടരുതേ. ത്വം പൂതനാമാ തനുധ സുഗന്ധിം ഇത്യുല്ലപൻ വല്ലവ തല്ലജേഭ്യഃ. ത്വം പൂതനാമാ തനുധ സുഗന്ധിം. ചിത്രം പിശാച്യ നഹത കുമാരഃ. കുമാരഃ എന്നാക്കുക, അങ്ങനെ തന്നെ ഉച്ചരിക്കുകയും ചെയ്യുക. പിന്നെ ചിത്രം എന്നുള്ളത് വിട്ടിട്ട് വെറും ചാ മതി. ചിത്രം പുരൈവാകതിശൗരിണേദം ഇതി പ്രശംസൻ കില ഗോപലോകോ ഭവന്മുഖാലോകരസേ ന്യമാക്ഷീത്. ചിത്രം പിശാച്യ നഹത കുമാരഃ ചിത്രം പുരൈവാകതിശൗരിണേദം ഇതി പ്രശംസൻ കില ഗോപലോകോ ഭവന്മുഖാലോക രസേന്യമാക്ഷീത്. ദിനേ ദിനേധ പ്രതിവൃദ്ധലക്ഷ്മീഃ അക്ഷീണ. പിന്നെ രാ വെട്ടിയിട്ട് അക്ഷീണമാംഗല്യശതോ വ്രജോയം ഭവന്നിവാസാദ അയി വാസുദേവ. ഭവൻ നിവാസാദ് അയി. ഭവന്നിവാസാദ അയി വാസുദേവ പ്രമോദസാന്ദ്ര പരിതോ വിരേജേ. പ്രമോദസാന്ദ്ര പരിതോ പറഞ്ഞാൽ മതി. അപ്പം ഇരട്ടിച്ച് ഉച്ചരിക്കുന്നതിന് തുല്യമാകും. അവിടെ ഒരു മാത്ര കൂടി വന്നോളും. ആ വിസർഗം കഴിഞ്ഞിട്ട് പാ വരുമ്പോൾ ഫ ഇംഗ്ലീഷ് അക്ഷരം എഫിൻ്റെ ഉച്ചാരണത്തിൻ്റെ ഒരു പകുതി. അങ്ങനെ പറഞ്ഞാൽ നന്നായിട്ട് വൃത്തിയായിട്ടത് ആ പാ അക്ഷരത്തിന് മാത്രമേ ഉള്ളത് കേട്ടോ. പ്രമോദസാന്ദ്ര പരിതോ വിരേജേ ഗൃഹേഷു തേ കോമളരൂപഹാസം. പിന്നെ മീ വെട്ടിയിട്ട് ഇധ കഥാ സങ്കുലിത കമന്യഃ.
ഇതഃ കഥാസങ്കുലിതകമന്യഃ വൃത്തേഷു കൃത്യേഷു ഭവന്നിരീക്ഷാ സമാഗത പ്രത്യഹമത്യനന്ദൻ. അഹോ കുമാരോ മയി ദത്തദൃഷ്ടിഃ സ്മിതം കൃതം മാം പ്രതിപത്സകേന ഏഹ്യേഹി മാമീത്യുപസാര്യ പാണി ത്വയീശ കിം കിം ന കൃതം വധൂഭിഃ. അഹോ കുമാരോ മയി ദത്തദൃഷ്ടിഃ സ്മിതം കൃതം മാം പ്രതിവത്സകേന ഏഹ്യേഹി മാമീത്യുപസാര്യ പാണി. മാം ഇതി ഉപസാര്യ എന്നാണ്. ഒന്നിച്ച് പറയുമ്പം മാമിത്യുപസാര്യ പാണി. ഏഹ്യേഹി മാമിത്യുപസാര്യ പാണി നീട്ടുണ്ട്. ത്വയീശ കിം കിം ന കൃതം വധൂഭിഃ. ഭവദ്വപുസ്പർശന കൗതുകേന കരാത്കരം ഗോപവധൂജനേന നീതസ്ത്വമാതാമ്ര സരോജമാല വ്യാലംബി ലോലംബ തുലാം അലാസി. അവിടെ ഒന്ന് ശ്രദ്ധിച്ച് ആ കോമ ഇട്ട് തന്നെ വെച്ച് അവിടെ നിർത്തി വായിക്കണം. ഭവദ് വപു ശരീരം എന്നുള്ള അർത്ഥത്തിൽ. ഭവദ് വപു സ്പർശന കൗതുകേന കരാത്കരം ഗോപവധൂജനേന നീതസ്ത്വമാതാമ്ര സരോജമാല വ്യാലംബി ലോലംബ തുലാമലാസീഃ നിപായയന്തി സ്തനമംഗകം ത്വാം. അത് സ വേണം കേട്ടോ. വാക്കിൻ്റെ അർത്ഥം മാറിടം. നിപായയന്തി സ്തനമംഗകം ത്വാം വിലോകയന്തി വദനം ഹസന്തി ദശാം യശോദാ കഥമാം ന ഭേജേ സ താദൃശഃ പാഹി. എന്നുള്ള പറഞ്ഞാൽ മതി. സതാദൃശഃ പാഹി. പപ്പ എന്ന് പറയുന്നത് ശരിയാകും. സതാദൃശഃ പാഹി ഹരേ ഗതാൻ മാം എന്നുള്ള വായിക്കാം. നിപായയന്തി സ്തനമംഗകം ത്വാം വിലോകയന്തി വദനം ഹസന്തി ദശാം യശോദാ കഥമാം ന ഭേജേ സതാദൃശഃ പാഹി ഹരേ ഗതാൻ മാം. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ.